ഹലോ എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകളെ, ഞാനൊരു ബിഗ് ബോസ് അപ്ഡേഷനുമായിട്ട് വന്നതാണേ. ഇന്നലെ അവിടെ നടന്ന ഒരു സംഭവമാണ്. അതായത് അക്ബറിൻ്റെ നാവ് ശരിയല്ല കേട്ടാ. എന്ത് പറയണേ, എവിടെ പറയണേ, എങ്ങനെ പറയണമെന്നൊന്നും അക്ബറിന് അറിയത്തില്ല. അക്ബർ വായി തോന്നുന്നത് അങ്ങ് പറയും. അതായത് അത് മറ്റുള്ളവരെ എങ്ങനെ വേദനിപ്പിക്കുമെന്നോ മറ്റുള്ളവർക്ക് അതെങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നോ ഒന്നും അക്ബർ നോക്കത്തില്ല. അങ്ങ് വിളിച്ച് പറയും. അതായത് നമ്മളിപ്പം ഫാമിലി റൗണ്ടാണല്ലോ, ഓരോരുത്തരുടെ ഫാമിലി ആയിട്ട് വരുന്നു. അപ്പോൾ അക്ബർ ഇന്നലെ അവിടെ ഇരുന്നിട്ട് പറയാണ്, ആദിലയുടെ നൂറയുടെ വീട്ടിൽ നിന്ന് ആര് വരും? ഓ, ദിയാസന വരുമായിരിക്കും. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന അതിലേക്ക് എന്തോ ഭയങ്കര വിഷമമായിട്ട് അതില ചെന്നിരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. നമുക്ക് ആദിലയുടെ ചില പ്രവൃത്തികൾ എനിക്കും ഇഷ്ടമല്ല. പക്ഷേ എല്ലാവരും പറയുന്ന ആദിലയാണ് സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ്, സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് നൂറയെ പിടിച്ച് നിർത്തിയിരിക്കുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല. ശരിക്കും ആദിലയാണ്, ഇപ്പം നൂറയാണ് സ്ട്രോങ്. നൂറ കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ആദിലേക്കാളും. ആദില കുറച്ചുകൂടെ സെൻസിറ്റീവാണ്. കാരണം ആദിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇമോഷൻസൊക്കെ അതിൽ റിയാക്റ്റ് ചെയ്യുന്നുണ്ട്. നൂറ അത് ചെയ്യുന്നില്ല. നൂറ കുറച്ചത് എന്താ പറയുന്നത്, ക്യൂട്ട്നെസ് വാരി വിതറിയാണ് നൂറ നടക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും വിചാരം എന്താണെന്ന് വെച്ചാൽ ആദില ഇച്ചിരി ദേഷ്യക്കാരിയാണ്, അല്ലെങ്കിൽ പിടിവാശിക്കാരിയാണ്, നൂറ പാവമാണ്, സൈലൻ്റാണ് എന്നൊക്കെയാണ്. അല്ല, ശരിക്കും ലൈവ് കണ്ടാൽ നമ്മൾ ലൈവ് ഫുള്ള് കാണുവാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും ആദിലയല്ല നൂറയാണ് സ്ട്രോങ് എന്ന്. പിന്നെ ആദിലയ്ക്കുള്ള ഒരു സ്വഭാവം എന്തെന്ന് വെച്ചാൽ ചൊറിയൽ, പലരെയും അങ്ങോട്ട് ചെന്ന് ചൊറിയും, പിന്നെ വായി തോന്നുന്നത് പറയും, അങ്ങനെയൊക്കെ ആദിലയ്ക്കുണ്ട്. പക്ഷെ ആ ഒരു ക്യാരക്ടർ നമ്മുടെ നൂറയ്ക്കില്ല. ഇന്ന് വരുന്ന ഫാമിലിയെ സ്വീകരിക്കാനായിട്ട് ഇവരൊക്കെ ഓടുന്നുണ്ട്. ഇന്ന് ആരുടെ ഫാമിലിയാണെന്ന് അറിയത്തില്ല. ഇന്ന് അടുത്ത ഫാമിലി വരുന്നു. ഓരോരുത്തരുടെ ഫാമിലി വരുമ്പോഴും എല്ലാവരുടെയും കണ്ണ് നിറയുന്നു, മനസ്സും നിറയുന്നു. അനീഷിൻ്റെ ഫാമിലി വന്നപ്പോൾ ഉള്ള അനീഷിൻ്റെ സന്തോഷവും സങ്കടവും എല്ലാം കൂടെ ഒത്തുകൂടിയുള്ള ഒരു ഇമോഷൻസ് കണ്ടപ്പം സത്യം അനീഷൊക്കെ എന്ന് പറഞ്ഞാൽ പച്ചയായ മനുഷ്യനാണ്. അതുകൊണ്ടാണ് അനീഷിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.